മനുഷ്യസ്പർശം അധികമേൽക്കാതെ ഇന്നും വന്യസൗന്ദര്യം നിലനിർത്തിയിരിക്കുന്ന അൽ ഹംറ ബീച്ചിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ജുബൈലിൽ നിന്നും 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. മണൽ വഴികളും മറ്റുമായതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. എങ്കിലും 4 വീൽ വാഹനങ്ങൾക്ക് തിരയുടെ അടുത്തേക്ക് വരെ പോകാൻ സാധിക്കും. ഇത് അൽ ഹംറ ബീച്ച്. കരയും കടലും കൈകോർത്ത് കിടക്കുന്ന അതിമനോഹരമായ ഇടം. നോക്കത്താതീരത്തോളം ചെറു അര തല്ലുന്ന വെള്ളവും മന്ദമാരുതനും മാത്രം. ചെറിയ ചെറിയ തുരുത്തുകളും വെള്ളക്കെട്ടുകളുമൊക്കെയായി മറ്റ് ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയും. അത്രത്തോളം മനോഹരമാണ് ഇവിടം. ഏറെ ദൃശ്യഭംഗിയുണ്ട് ഇവിടെ. കടലിലൂടെ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഇത് അൽ ഹംറ ബീച്ച്. കരയും കടലും കൈകോർത്ത് കിടക്കുന്ന അതിമനോഹരമായ ഇടം. നോക്കത്താതീരത്തോളം ചെറു അര തല്ലുന്ന വെള്ളവും മന്ദമാരുതനും മാത്രം. ശാന്തമായ മരുഭൂമിയുടെയും കടലിൻ്റെയും ഭംഗി ആസ്വദിച്ച് കടലിലൂടെ അലഞ്ഞൊറിയുന്ന തിരമാലയ്ക്കുള്ളിലൂടെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരണം. നിരവധി കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയാണിവിടെ. അതുകൊണ്ട് തന്നെ അതീവ പരിസ്ഥിതി പ്രാധാന്യം ഉള്ള ഇടം കൂടിയാണിത്. ചെറിയ ചെറിയ തുരുത്തുകളും വെള്ളക്കെട്ടുകളുമൊക്കെയായി മറ്റ് ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയും. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുകൊണ്ട് ചിലർ ഇവിടെ മീൻപിടുത്ത വിനോദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കടലിലൂടെ നടന്നു പോകുമ്പോൾ വലിയ മീനുകളെയും ഞണ്ടുകളെയും മറ്റ് അനവധി കടൽ ജീവികളെയും അടുത്തു കാണുവാൻ സാധിക്കും. പലതരത്തിൽ മീൻ പിടിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാൽ ഞണ്ടിനെ വെറും കൈകൊണ്ട് തപ്പിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ. കാണാത്തവർക്കായി.
ചെറിയ ചെറിയ തുരുത്തുകളും വെള്ളക്കെട്ടുകളും ഒക്കെയായി മറ്റ് ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയാം. ഹോട്ടലുകളോ മറ്റ് കോൺക്രീറ്റ് ഭീകര നിർമ്മിതികളോ കാര്യമായിട്ട് ഇവിടേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽ ഹമറ ബീച്ചിൻ്റെ ശാലീന സമുദ്രത്തിന് ഇതുവരെ ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ഈ ബീച്ചിൽ പലയിടത്തും ഇങ്ങനെ ടയറുകൾ ഉപേക്ഷിച്ച് നില കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് വലിയ ടയറുകളാണ്. അത് ഈ ജീവികളുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായതാണ്. പവിഴപ്പുറ്റൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം കവർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ജുബൈലിൽ എത്തിയാൽ ഇവിടെ സന്ദർശിക്കണം. പക്ഷേ ചെറിയ വണ്ടി കൊണ്ട് മണൽ ഓടിക്കാൻ ശ്രമിക്കാതിരിക്കാം. ശ്രമിച്ചാൽ ഇതുപോലെ വാഹനങ്ങൾ വേണ്ടിവരും തിരിച്ചു കയറിപ്പോകുവാൻ. തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്നും വിട വാങ്ങുന്നു. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. നന്ദി.